ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇത് 6-ാം തീയതിയിലെ എപ്പിസോഡാണ്. കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം 6-ാം തീയതിയിലെയും 7-ാം തീയതിയിലെയും വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ ആണിത്. പക്ഷേ ഇത് എല്ലാം കാണുക. ഞാൻ അതുകൊണ്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മാത്രം പോകുന്നതേ ഉള്ളൂ, വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ഒട്ടും സമയം വഴികളയേണ്ട. അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ രഞ്ജുവിന് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഗോവിന്ദ് ഫോൺ വിളിച്ചിട്ട് പറയുന്നത്, എത്രയും പെട്ടെന്ന് നീ ജിമ്മിലേക്ക് വരണം, എൻ്റെ ക്യാബിനിൽ പെട്ടെന്ന് വരണം, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വരുൺ അവിടെയുണ്ട്. വരുണൊക്കെ കൂടി പിരികേറ്റിയത് കാരണമാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്ക് സുവർണ ഫയലൊക്കെ ഗോവിന്ദിനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, സാർ ഇതുവരെയും കിഷോറും വന്നിട്ടില്ല, ഇവരെക്കുറിച്ച് ഇവിടെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സുവർണ ഇറങ്ങി പോകുമ്പോൾ ഗോവിന്ദ് വരുണിനോട് പറയുകയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുവർണ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ്. മേലെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റെങ്ങും പറയരുത് എന്നും നല്ലൊരു താക്കീത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുൺ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ CC ക്യാമറയിൽ നോക്കുമ്പോൾ സുവർണ മറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സുവർണയുടെ അടുത്തേക്കാണ് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ വരുണ് ചെല്ലുന്നത്. അതിനുശേഷം വരുണും സുവർണയും കൂടി അവിടെ ഗൂഢാലോചന നടത്തുന്നതാണ് കാണുന്നത് ഗോവിന്ദ് CC ക്യാമറയിലൂടെ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് തന്നെ കാണുകയാണ് നമ്മുടെ ഗീതു കയറി വരുന്നത് കാണുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഗീതു വരുന്നതും കാണുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ഭാഗത്തൂടെ ഗോവിന്ദ് കാണുന്നത് നമ്മുടെ അവർണിക വരുന്നതാണ്. അവർണിക വരുമ്പോഴത്തേക്ക് അവർണികയും അവർണികയും വരുണും സുവർണയും ചേർന്ന് സംസാരിക്കുകയാണ്. അവർ കിഷോറിനെ പറ്റിയും ഗീതുവിനെയും പറ്റി മോശമായിട്ടാണ് നമ്മുടെ അവർണികയോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുവർണ പറയുകയാണ്, ഗീതാഞ്ജലിയെ വെറുതെ വിടാൻ പാടില്ല, അവളുടെ ചെകിടടിച്ച് പൊളിക്കണം, കാരണം അവർണികയുടെ ജീവിതമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കിഷോറിനെ ഗീതു തട്ടിയെടുക്കും, അവളുടെ ചെകിടടിച്ച് പൊളിക്കണം. ഇതുപോലെ അന്യരുടെ ഭർത്താക്കന്മാരെ വലവീശി പിടിക്കാൻ നടക്കുന്ന പൂതനകളെയൊന്നും വെറുതെ വിടരുത് എന്നിങ്ങനെ പറയുകയാണ് സുവർണ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സുവർണയെ തന്നെ കുത്തിക്കൊണ്ട് നമ്മുടെ അവർണിക പറയുകയാണ്, പല പുരുഷന്മാരെ വലവീശി പിടിക്കാൻ നടക്കുന്ന അവളുമാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല, അവർക്കൊക്കെ ചുട്ട അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുവർണയെ കുത്തി തന്നെ നമ്മുടെ അവർണിക സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർണികയ്ക്ക് നല്ല രീതിയിൽ തിരി കൊളുത്തി വിടുകയാണ് നമ്മുടെ വരുണും അതുപോലെ തന്നെ നമ്മുടെ സുവർണയും. അങ്ങനെ അവർണിക അങ്ങ് പോവുകയാണ് അവിടുന്ന്. ശരിക്കും അവർണികയും ഗോവിന്ദും ഗീതുവും കൂടി തമ്മിലുള്ള ഒരു ഗെയിമാണിത്. അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു വരികയാണ്. ഗീതു വരുന്നത് ഗോവിന്ദ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് CC ക്യാമറയിലൂടെ. അങ്ങനെ ഗീതു അങ്ങോട്ടേക്ക് കടന്ന് വരുമ്പോൾ തന്നെ ഗോവിന്ദ് ഇങ്ങനെ കൈ കാണിച്ചിങ്ങനെ മാടി വിളിക്കുകയാണ്. പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഗീതു അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ടാ ഞാൻ വരുന്നത് നിങ്ങൾ നേരത്തെ അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് CC ക്യാമറയിൽ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് സുവർണയും ആ സമയത്ത് നമ്മുടെ കിഷോറും അവിടേക്ക് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിഷോറും സുവർണയും വരുണും കൂടി ചേർന്ന് ചർച്ച നടത്തുന്നതാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇതിൽ നോക്കിക്കൊണ്ടായിരുന്നു ഇരുന്നത്, ഇവിടെ പലതരത്തിലുള്ള ഗൂഢാലോചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയാൻ വൈകി എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, നമ്മളല്ല നിങ്ങളാണ് അറിയാൻ വൈകിയത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് സംശയം പ്രകടിപ്പിക്കുകയാണ്, ഈ സുവർണ ചേതൻ ഗ്രൂപ്പിൻ്റെ ഏജൻ്റാണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഗീതു പറയുകയാണ്, സുവർണ ചേതൻ ഗ്രൂപ്പിൻ്റെ ഏജൻ്റ് അല്ല, വേറൊരു ഗ്രൂപ്പിൻ്റെ ഏജൻ്റാണ്, ആ ഗ്രൂപ്പ് ദേ വന്നിട്ടുണ്ട്, കണ്ണേട്ട നേരെ അങ്ങോട്ട് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. നോക്കുമ്പോഴത്തേക്ക് രാധികാമ്മ വരുന്നതാണ് കാണുന്നത്. രാധികാമ്മയും പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ രാധികാമ്മയും വരുണും കിഷോറും സുവർണയും കൂടി ചേർന്ന് അവിടെ സംസാരിക്കുകയാണ്. സുവർണ നൈസിനൊരു ഫയലൊക്കെ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മറ്റാർക്കും ഒന്നും തോന്നാതിരിക്കാനും CC ക്യാമറ വഴി അഥവാ ഗോവിന്ദ് കാണുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കാതിരിക്കാനും രാധികാമ്മ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫയൽ നോക്കുന്നു എന്നുള്ള വ്യാജേനയാണ് സംസാരിക്കുന്നത്. ഇത് നന്നായിട്ട് ഗോവിന്ദിനും അതുപോലെ നമ്മുടെ ഗീതുവിനും മനസ്സിലാവുകയാണ് ഇത് ഇവർ തമ്മിലുള്ള ഒരു ഗെയിമാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഗീതു പറയുകയാണ്, ഇപ്പോൾ കണ്ടില്ലേ കണ്ണേട്ടനെ, എല്ലാം ബോധ്യമായില്ലേ, ഇതിനെല്ലാത്തിനും പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടെ രണ്ടാനമ്മയുടേതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഗീതു പറയുകയാണ്, ഈ ചേതൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയൊന്നും ഉണ്ടാവില്ല, മിക്കവാറും ഇതിൻ്റെയൊക്കെ ഗ്യാങ്ങിൻ്റെ ലീഡർ ഈ പറയുന്ന ചേതൻ ഗ്രൂപ്പ് നിങ്ങളുടെ രാധികാമ്മയുടേതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദിനെ അരിശം മൂപ്പിക്കുന്നുണ്ട് ഗീതു. പക്ഷേ ഗോവിന്ദിന് സംഭവങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഗീതു എന്തിനാണ് ബന്ധുക്കളെന്ന് കരുതി ചേർത്ത് പിടിച്ചവരെയൊക്കെ ശത്രുക്കളാകേണ്ടി വരുവാണെങ്കിൽ ഈ ഗെയിം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല, എൻ്റെ ചാരിത്രത്തിൻ്റെ പ്രശ്നമാണ് ഇത്, ഇത് എൻ്റെ അഭിമാന പ്രശ്നമാണ്,
പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിക്കാമെന്ന് കണ്ണേട്ടനും കരുതണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ ഗോവിന്ദിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. അങ്ങനെ ഗീതു പറയുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ കിഷോർ വരുന്നത് ഗീതു കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിഷോറും അവരും ചേർന്നിട്ട് ഭയങ്കരമായ പദ്ധതി നടത്തുന്ന കാണുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വരികയാണ്. ഗീതു പറയുകയാണ്, ഇനി ഇവനെ വെറുതെ വിടരുത്, ഇവനെ ഞാൻ ഇപ്പം തന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ചാടിപ്പറിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗോവിന്ദ് തടയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ കടന്നു പിടിക്കുകയാണ് ഗീതുവിനെ. എന്നിട്ട് പറഞ്ഞു, പോവരുത്, നീ പോയി ഇപ്പോഴേ പ്രശ്നം കുളമാക്കരുത്, ഇപ്പോഴേ നീ ഇതെല്ലാം വട്ടം പൊട്ടിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് തടയുകയാണ്. അങ്ങനെ ഗീതു അങ്ങോട്ടേക്ക് ബലം പിടിക്കുമ്പോൾ ഗീതു ഇങ്ങനെ പെട്ടെന്ന് ഗോവിന്ദിൻ്റെ മാറിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. അങ്ങനെ അപ്പോൾ കുറേ സമയത്ത് അങ്ങനെ ഗീതുവും ഗോവിന്ദും കണ്ണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ തള്ളി മാറിയിട്ട്, സോറി, ഇപ്പോൾ കുറച്ച് അധികം നാളായിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ ബോഡി ടച്ചിങ് കുറച്ച് കൂടുതലാണ് അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, താങ്ക്സ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. നോക്കുമ്പോഴത്തേക്ക് CCTVയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ, അതായത് അവിടെ രാധികാമ്മയും അവരും ഒക്കെ നിന്ന ഭാഗത്തുള്ള CCTVയിൽ ഒന്നും കാണാൻ പറ്റാതിരിക്കുകയാണ്. അവിടെ നിന്ന് ഗോവിന്ദിൻ്റെ ക്യാബിൻ്റെ ആ ഭാഗത്ത് പുറത്തൊക്കെയുള്ള CCTV ഭാഗം കട്ടായിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ അത് കാണിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, കണ്ണേട്ടന് കാര്യം മനസ്സിലായില്ലേ, ഇതേ ഇവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ ഡോറിൻ്റെ പുറത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അധികം അഭിനയിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടി ഭയങ്കര യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ്. ഉറച്ചുറച്ച് ഗീതുവും ഗോവിന്ദും കൂടെ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ഗോവിന്ദ് ഗീതുവിനെ, എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറയുകയാണ്. നീ ആദ്യ കാമുകനെ മറക്കാൻ ആർക്കും പറ്റില്ലെന്ന് പറയുമ്പോൾ ഗീതു വീണ്ടും കുരവള്ളിയിൽ കുത്തിപ്പിടിച്ചിട്ട് പറയണം, ഈ ഒരു വാക്ക് മാത്രം മിണ്ടി പോകരുതെന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് ഞാനൊരു പഞ്ചിന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് സുവർണയും കിഷോറും രാധികാമ്മയും വരുണും കൂടി അവരുടെ ക്യാബിൻ്റെ പുറത്തിങ്ങനെ നിന്ന് ഇതെല്ലാം കേട്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഗീതു പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും എനിക്കിനി ഒരു കുറച്ച് ചടങ്ങും കൂടി ബാക്കിയുണ്ട്, കണ്ണേട്ടൻ ഇവിടെ സമാധാനമായിട്ടിരിക്കുക, പുറത്ത് കുറച്ച് ആളുകളുണ്ട്, ഞാൻ അവരെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗീതു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഗീതുവിൻ്റെ മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗീതു ഇങ്ങനെ ഇറങ്ങുന്നത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗീതു ഡോറ് തുറന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും വരിയായിട്ട് ഇങ്ങനെ ചെവിയും കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കണം, എന്താ ഇവിടെ എല്ലാവർക്കും ഇതാണോ, അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, ഒളിഞ്ഞു നിന്നതൊന്നുമല്ല, ഞങ്ങൾ ഇതിനകത്തേക്ക് വരികയായിരുന്നു, അപ്പോഴാണ് അവിടെ വഴക്ക് കേട്ടുകൊണ്ട് പിന്നെ ഇവിടെ നിന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കണം, അല്ല കിഷോറിനും സുവർണയ്ക്കൊക്കെ എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവരൊക്കെ നാണം കെട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ തമ്മിലൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗീതുവിനോട് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, എടി നിനക്ക് ഇനി അധിക നാളൊന്നും ഈ അറയ്ക്കലിലും ഓഫീസിലൊന്നും നിൽക്കാൻ പറ്റില്ല, കണ്ണൻ അധികം വൈകാതെ തന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട ഉടനെ ഗീതു എന്ത് ചെയ്യുന്നെന്നോ സുവർണയുടെ ചെകിട് പുളക്കൊരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ രാധികാമ്മയോട് പറയുകയാണ്, ഇതിൻ്റെ മുഴുവൻ മാസ്റ്റർ ബ്രെയിൻ നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ ഇവക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാലേ ശിങ്കിടി അടുത്തുള്ളപ്പോൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല, പിന്നെ ഒളിയും മറയൊക്കെ ഉള്ള സ്ഥലത്ത് വന്ന് എൻ്റെ കൈവാക്കിനെ അങ്ങ് നിന്നാലും ണ്ടല്ലോ ചെകിട് പുളക്കി നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു അവിടെ നിന്ന് പോവുകയാണ്. അജാസ് ഇതിനെല്ലാം സാക്ഷിയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ ആകെ ഡള്ളാവുകയാണ്. രാധികാമ്മ പറയുകയാണ്, വരുൺ ഇതിന് അവൾ അനുഭവിക്കണം, ഇവക്ക് ഇതിനുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കണം, അധികം വൈകാതെ തന്നെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഇവളെ അടർത്തി മാറ്റണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രാധികാമ്മ ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അജാസ് ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. പിന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.